പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അയോഗ്യനെ യോഗ്യനാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യോഗ്യതയില്ലാത്ത നമുക്ക് യോഗ്യത ഉണ്ടാകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്. ജോയൽ 2:28 ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:37 യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശു ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ആർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ ലഭിക്കണം എന്ന ദാഹമുണ്ടോ, ആരെല്ലാം ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? നാം ശക്തി പ്രാപിക്കണം. യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യരാക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക്, ആ യോഗ്യതയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരും. ഈ ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തിന്മയുടെ ശക്തിയിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, സാത്താൻ്റെ കെണിയിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ കഴിയൂ. അപ്പോഴാണ് നാം ബലമുള്ളവരായി മാറുന്നത്, വിശുദ്ധിയുള്ള ദൈവമക്കളായി മാറുന്നത്. അപ്പോഴാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനും സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:3 യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനാലും ജലത്താലും നമുക്ക് ഒരു വീണ്ടും ജനനം നടക്കണം. അതാണ് ആത്മാവിലുള്ള ജനനം. അപ്പോഴാണ് ദൈവമക്കളുടെ യോഗ്യതയിൽ നമുക്ക് വളരാൻ സാധിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാൻ സാധിക്കും. അതിലൊരു മാർഗം, ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അയൽക്കാരൻ്റെ ഉയർച്ചയിൽ അസൂയ തോന്നാതിരിക്കുന്നുണ്ടോ, നമുക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്നുണ്ടോ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, നമ്മുടെ സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് പരാതി കൂടാതെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതെല്ലാം കഴിയുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നാം മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. എന്നാൽ നമ്മുടെ ജീവിതം വഴി ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ സാത്താൻ്റെ പിടിയിൽ നാം പെട്ടുപോകും. ആരോടും സ്നേഹമോ ബഹുമാനമോ ആദരവോ ശത്രുക്കളോട് ക്ഷമിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അയൽക്കാരൻ്റെ ഉയർച്ചയിൽ നമുക്ക് അസൂയയാണ് ഉണ്ടാകുക. ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ കഴിയും. നാം പാപികളും, മനുഷ്യരായ നാം പാപികളും ബലഹീനരും അയോഗ്യരുമാണ്, ദുർബലരുമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കണമെന്നുള്ള തോന്നലുണ്ടാവുകയുള്ളൂ. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്ന് യെശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നാം മാറണം. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തോടും ദൈവവചനത്തോടും കൂദാശകളോടും പ്രാർത്ഥനാ ജീവിതത്തോടും നമുക്ക് കൂടുതൽ താല്പര്യവും ആത്മീയമായ ഒരു രക്ഷയെക്കുറിച്ചുള്ള ചിന്തയും നമ്മളിൽ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന്.
യേശു വീണ്ടും പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന്, നിത്യജീവനാകുന്ന അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും? ഈ വക ചിന്തകളും ആത്മീയമായ പ്രചോദനങ്ങളും എല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.